ജെറമ്യായുടെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജെറമ്യ 9, 3-ാമത്തെ വാക്യം ആദ്യം വായിക്കുക. വില്ല് പോലെയാണ് അവരുടെ നാവ് വളയുന്നത്, സത്യമല്ല കാപട്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു, അവർ എന്നെ അറിയുന്നില്ല. വീണ്ടും ദൈവത്തെ അറിയാത്ത അവസ്ഥയിൽ, അതായത് ദൈവവുമായിട്ട് ജീവജലത്തിന്റെ അരുവിയായ ദൈവത്തിൽ നിന്നും അകന്ന് സംതൃപ്തി നൽകാൻ സാധിക്കാത്ത പൊട്ടക്കിണറുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ലോകം തരുന്ന സന്തോഷങ്ങളുടെ പിന്നാലെ നടക്കുന്നവരുടെ കാര്യമാണ് പറയുക. അവർ തിന്മയിൽ നിന്നും തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സത്യമല്ല കാപട്യമാണ്, അവരെന്നെ അറിയുന്നില്ല. വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അവരെന്നെ അറിയുന്നില്ല. 6-ാമത്തെ വചനം, മർദ്ദനത്തിനുമേൽ മർദ്ദനവും, മർദ്ദനത്തിനുമേൽ മർദ്ദനവും, വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും, വഞ്ചനയുടെ മേൽ വഞ്ചനയും കുന്നുകൂടുന്നു. അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു, അവരെന്നെ അറിയാൻ വിസമ്മതിക്കുന്നു. വീണ്ടും പറയുന്നു അവരെന്നെ അറിയുവാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒറ്റ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് യഥാർത്ഥമായ വിശ്വാസിയാകണമെങ്കിൽ, നമുക്ക് വിശ്വാസമാകുന്ന പരിചയം എടുക്കണമെങ്കിൽ ദൈവത്തെ അറിയാത്തിടത്തോളം കാലം അത് സാധിക്കത്തില്ല. വീണ്ടും നിങ്ങളെ ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുകയാണ്, ബുദ്ധിതലത്തിലുള്ള വിശ്വാസമല്ല വിശ്വാസം, ഡോഗ്മാറ്റിക് ഫെയ്ത്ത് അല്ല വിശ്വാസം, താൽക്കാലികമായി വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം കൊണ്ടുണ്ടാകുന്ന ഒരു വിശ്വാസമല്ല വിശ്വാസം, എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടിട്ട് ലഭിക്കുന്ന ഒരു വിശ്വാസമല്ല വിശ്വാസം. വിശ്വാസം ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസമാണ്, ഡിപ്പെൻഡിങ് ഫെയ്ത്ത് ആണ്. അത് നമുക്ക് സംഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കണം, ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഇവിടെ വീണ്ടും വീണ്ടും പല പ്രവാചകന്മാരിലൂടെ ദൈവം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അവരെന്നെ അറിയുന്നില്ല, അവരെന്നെ അറിയുന്നില്ല, അവരെന്നെ അറിയുന്നില്ല. നമുക്ക് ജെറമ്യായുടെ പുസ്തകത്തിൽ 8-ാം അധ്യായം 7-9 വരെ. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്കു പോലും അതിന്റെ കാലം അറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരുവാനുള്ള സമയം എന്റെ ജനത്തിനാകട്ടെ കർത്താവിന്റെ കൽപ്പന. ആകാശത്ത് പറക്കുന്ന ഞാറപ്പക്ഷിക്കു പോലും അതിന്റെ കാലം അറിയാം, അതിന്റെ കാലം അറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എന്റെ ജനത്തിനാകട്ടെ കർത്താവിന്റെ കൽപ്പന അറിഞ്ഞുകൂടാ. കർത്താവിന്റെ വചനം അറിഞ്ഞുകൂടാ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കേട്ടു, ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസമാണ്. ആദ്യത്തെ മാതാപിതാക്കന്മാരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർ പർദീസായിലായിരുന്നു. ജീവന്റെ വൃക്ഷം തന്നെയായ, ജീവന്റെ വചസ് തന്നെയായ യേശുവുമായിട്ട് അവർക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അവരിലേക്ക് സദാസമയം ജീവജലത്തിന്റെ അരുവികൾ ഒഴുകി, ദൈവത്തിന്റെ ജീവൻ ഒഴുകി. എന്നാൽ അതിൽ നിന്നും അവർ അകന്നു പോകാൻ കാരണം നുണയനായ പിശാച് അവരെ തന്ത്രപൂർവം ചതിച്ചു. അവരോട് തെറ്റായ വചനം പറഞ്ഞു കൊടുത്തു. ദൈവം പറഞ്ഞത് നുണയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. നീ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ കനി ഭക്ഷിച്ചാൽ നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യര് ഒരു കാര്യം ചെയ്തു. എന്താണ് ചെയ്തത്? ദൈവം അവർക്ക് കൊടുത്ത സ്വതന്ത്ര മനസ്സ് അവരുപയോഗിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആ തീരുമാനം ഇതായിരുന്നു, ഇപ്പോൾ ഞാൻ പിശാച് പറയുന്നത് വിശ്വസിക്കണമോ ദൈവം പറയുന്നത് വിശ്വസിക്കണമോ? അവിടെ അവരുടെ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു, പിശാച് പറയുന്നത് വിശ്വസിക്കാം. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം അവർ കൈവിട്ടു എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിലുള്ള ആശ്രയം വിട്ടിട്ട് പിശാച് പറഞ്ഞു നീ ഇന്നത് ചെയ്താൽ നീ ദൈവത്തെ പോലെ ആകും, അതിലവർ ആശ്രയിച്ചു. അവിടെ അവരുടെ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചു. ഇന്ന് ആ പാപിയായ മനുഷ്യന് വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി യേശു ക്രിസ്തുവിലൂടെ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനും രക്ഷപ്പെടുന്നില്ല. കാരണം അന്ന് സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിച്ചവൻ ഇന്ന് ഞാനും നിങ്ങളുമാകുന്ന സർവ്വ മനുഷ്യരും ഇന്നും
അതേ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ പിശാചിനെ ഉപേക്ഷിച്ചിട്ട് ദൈവം പറയുന്നത് ബോധപൂർവം വിശ്വസിച്ച് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വതന്ത്ര മനസ്സ് എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ആ തീരുമാനം എടുക്കാത്തത്തോളം കാലം നമുക്ക് രക്ഷയില്ല. അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇത് രക്ഷ എന്ന് പറയുന്നത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ദൈവം അതെനിക്ക് 2000 വർഷം മുമ്പേ തന്നു കഴിഞ്ഞു. ഇനി ഞാൻ തീരുമാനിക്കണം എനിക്കത് വേണോ വേണ്ടയോ എന്ന്. അന്ന് പർദീസായിൽ ആ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണോ പിശാചിൽ വിശ്വസിക്കണോ. അവൻ തീരുമാനിച്ചു പിശാചിനെ വിശ്വസിക്കാം. ഇന്ന് എനിക്കും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുണ്ട്. ഇന്ന് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നോ, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നോ, അതോ മനുഷ്യരുടെ കൽപ്പന വിശ്വസിക്കുന്നോ, മനുഷ്യന്റെ തത്വസംഹിത വിശ്വസിക്കുന്നോ, മനുഷ്യന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നോ, അതോ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നോ? തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ നിത്യജീവൻ നിങ്ങൾ ഇന്ന് തീരുമാനിക്കും. അതിന് ദൈവത്തെ പഴിക്കണ്ട, ആരെയും പഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്നെ പഴിച്ചാൽ മതി. എന്റെ മുമ്പിൽ ദൈവം പറഞ്ഞിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15 വേണമെന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാമത്തെ വചനം പറയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. നിയമാവർത്തനം 30:15. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നീ പാലിച്ചാൽ നീ ജീവിക്കും. മറിച്ച് എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിന്റെ ദൈവമായ കർത്താവിന്റെ നിയമങ്ങളും നീ പാലിക്കുന്നില്ലെങ്കിൽ നീ നശിക്കുമെന്ന്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്. അത് നന്മ വേണോ തിന്മ വേണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വതന്ത്ര മനസ്സ് എനിക്ക് നിങ്ങൾക്കുണ്ട്. പ്രായപൂർത്തിയായി കഴിഞ്ഞ ഒരു മനുഷ്യന് അത് എക്സസൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് നിനക്കിന്ന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, നിനക്കൊരു വിശ്വാസം വരണമെങ്കിൽ ആദ്യം നീ സത്യം കേൾക്കണം. എങ്ങനെയാണ് നമുക്ക് വിശ്വാസം വരിക എന്ന് വചനത്തിലൂടെ ഒന്ന് കാണാം. റോമാക്കാർക്ക് ഇത് ലേഖനം 10-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം എടുക്കുക. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരിക. വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരിക. പിന്നെ കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. കേൾവി എവിടെ നിന്ന് വരുന്നു? കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും വിശ്വാസം കടന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾക്കാത്തവന് വിശ്വാസം കടന്നു വരത്തില്ല. ഇനി എന്താ കേൾക്കേണ്ടത്? കേൾവി എന്താണ്? ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗമാണ്. മറ്റൊന്നിനെ കുറിച്ചുമല്ല, മറ്റാരെ കുറിച്ചുമല്ല, ഒരു തത്വസംഹിതയല്ല, ഒരു പാരമ്പര്യത്തെ കുറിച്ചുമല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കണം. അത് കേട്ടിട്ട് വേണം വിശ്വാസം വരാൻ. അപ്പൊ കേൾക്കണം. എന്ത് കേൾക്കണം? യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കണം. കേട്ടാ മാത്രം മതിയോ? പോരാ. കേട്ടാ മാത്രം പോരാ. കേട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വതന്ത്ര മനസ്സുണ്ട്. ആ സ്വതന്ത്ര മനസ്സ് നമുക്ക് ഉപയോഗിക്കാനുള്ള സന്ദർഭമാണ്. അന്ന് പർദീസായിൽ സാത്താൻ വന്നത് കേട്ടു. കേട്ടതിന് ശേഷം അവർ സ്വന്തം മനസ്സ് ഉപയോഗിച്ചു. ഇന്നിതാ ദൈവത്തിന്റെ വചനം എന്റെ നിങ്ങളുടെ മുമ്പിൽ 24 മണിക്കൂറും ടെലിവിഷനിലൂടെ വരുന്നു. കേൾക്കാറുണ്ടോ? കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കേട്ട് കഴിയുമ്പോൾ ഇന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വതന്ത്ര മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം. സത്യം സ്വീകരിക്കണോ, നുണ സ്വീകരിക്കണോ?